ഹലോ ഗായ്സ്, എല്ലാവർക്കും ആലപ്പുഴ മല്ലൂന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് മുക്കമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. ഒരു സ്ഥലത്ത് തന്നെ 3 ഡാമുണ്ട്. അപ്പോൾ 3 ഡാം പോയി കണ്ടാലോ? ഈ കാണുന്നതാണ് മുക്കമ്പൂർ എന്ന അണക്കെട്ടിൻ്റെ പ്രവേശന കവാടം. ഇവിടുന്ന് നേരെ പോകുന്നത് അണക്കെട്ടിലേക്കാണ്. ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് രാവിലെ 6 മണി തൊട്ട് ഓപ്പണാണ്. ടിക്കറ്റ് എടുക്കേണ്ട അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. നേരെ വണ്ടി എടുത്ത് പോകുക. ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് 2 പാർക്കുണ്ട്. അത് കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഫാമിലീസിനായിട്ടൊക്കെ വന്നിരിക്കുക സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് അണക്കെട്ട് കാണാൻ വേണ്ടി പോയാലോ? ഇതാണ് മുക്കമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഫസ്റ്റ് ഡാം. ഇതിൻ്റെ പേര് കൊള്ളി ഡാം എന്നാണ്. നമുക്ക് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരോട് തന്നെ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ തിരക്കാം. എന്നിട്ട് ഡാം കാണാൻ വേണ്ടി പോകാം. இந்த இடத்த பேர் வந்து முக்கம்பூர்னு சொல்லி சொல்லுவாங்க. 3 டேம் இருக்கு, காவேரி, கொள்ளிடம்னு சொல்லிட்டு. இந்த டேம் பார்த்தீங்கன்னா 3ஆ பிரியறதுனால விவசாயத்துக்கு நல்ல பேர் போனது. கொள்ளிடம், அடுத்தது பெரிய கொள்ளிடம், அடுத்தது காவேரி. அங்கிட்டு போனுச்சுன்னா கல்லணைன்ற ஒரு டேம். இதோட இன்னும் பெரிய கல்லணை கரிகாலன் கட்டினா கும்பகோணம் விவசாயத்துக்கு போகிறது. அதுக்கு அடுத்த டேம் வந்து தஞ்சாவூருக்கு. தஞ்சாவூர் 3 பெரிய இடம். பெரிய விவசாய ஒரு 10,000-15,000 ஏக்கர் 3 இது பிரியறதுனால முக்கம்பூர்னு சொல்லி சொல்லுவாங்க. முக்கம்பூர் லவர்ஸ் பார்க். அப்படி എത്ര ഷട്ടർ ഇருக்கு ഇതിൻ്റെ ഉള്ളിൽ? இல்லை வந்து கிட்டத்தட்ட 91 மதுகு இருக்கு. 3 டேம்ல 91 இருக்குது. रोगुन कटला रोगुन കട്ട്ല എണ്ണൂര് കട്ട്ല. ഓക്കെ. ഈ ഡാമിന് മുമ്പേ കെട്ടിയതാണ് ആ ഡാം. അത് സായിപ്പ്മാർ കെട്ടിയതാണ് കേട്ടോ. അതിപ്പോഴും ഇരിക്കുന്നു. ഇതിനിടയ്ക്കുള്ളത് ഒരെണ്ണം പൊളിഞ്ഞു പോയി. 3 വർഷം മുമ്പാണ് ആ നടുക്കുള്ള ഡാം കെട്ടിയത്. നമ്മളിപ്പോൾ ആ ഡാം കാണാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പുഴ വന്നിട്ട് 3 സ്ഥലത്തേക്ക്, അതായത് 3 സ്ഥലത്തേക്ക് വേണ്ട. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡാം. ഇത് ചെറുതാണ്. അതിനപ്പുറത്ത് അല്ലെങ്കിൽ കുറച്ച് വലുത്, അതിനറ്റത്ത് ഏറ്റവും വലുത്. അങ്ങനെ 3 എണ്ണമാണ്. നമുക്ക് രണ്ടാമത്തേക്ക് പോയിട്ട് വരാം. ഇതാണ് ഫസ്റ്റ് ഡാം കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ ഡാം അത് സായിപ്പ്മാർ കെട്ടിയ ഡാമിൻ്റെ പഴയ ഡാമാണ് കേട്ടോ. അത് അതിന് ഷട്ടറെല്ലാം തോന്നിട്ടിരിക്കുകയാണ്. ഇത് 45 ഷട്ടറുണ്ട് ഇവിടെ. അതിനപ്പുറത്തത് 41 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പുതിയ ഡാം ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡുകളിൽ നമുക്ക് നോക്കാം. ഇത് രണ്ടാമത്തെ ഡാമിൻ്റെ കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ഡാമിൻ്റെ അടുക്കൂടെയാണ്. അതുപോലെ ഒരു പുഴ 3ആയിട്ട്
അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഈ ഡാമിന് ഈ പേര് വന്നിരിക്കുന്നത്. ഇത് സ്ഥാപിച്ചത് AD 1836 കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഡാമിലാണ് വന്നിരിക്കുന്നത്. ഞാൻ യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഈ റൂട്ട് പിടിച്ചല്ല, ഞാൻ കമ്പന്തേനി വഴി പോകാൻ പോയതാണ്. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറം വഴി പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ വന്നത് നഷ്ടമായിട്ടില്ല, അടിപൊളിയാണ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ വന്ന് അനുഭവിക്കുക, ആസ്വദിക്കുക. ഫാമിലിയായിട്ട് വരാനും കപ്പിൾസായിട്ടൊക്കെ വരാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. കൈ കൊണ്ടുവരുന്ന സാധനങ്ങൾ സൂക്ഷിക്കുക. ആശാന്മാർ ഇതപ്പോൾ എടുത്ത് കൊച്ചുങ്ങൾക്ക് കൊടുത്തുകളായി. ഒരു രക്ഷ കേട്ടോ. ഒരു പ്രത്യേക ക്ലൈമറ്റ് അവിടെ വന്നിട്ട് ചൂടില്ല, അതാണ് കാര്യം. ഇത്ര നേരം വിയർത്തൊക്കെ വന്നിട്ടിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചൂടെല്ലാം പോയി. ഇതാണ് സ്ഥലം. അയ്യോ വൈബ്. കാറ്റുണ്ട്, വേറെ നല്ല ഒഴുക്കുമുണ്ട്. വെള്ളം അതിശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്യാമറ കൂടെ എത്രത്തോളം ഇത് മനസ്സിലാക്കണമെന്ന് അറിയില്ല. വീണ് കഴിഞ്ഞാൽ കിട്ടത്തില്ല, ഉറപ്പാണ്. ആ ലെവലാണ് വെള്ളം വന്നിട്ടിരിക്കുന്നത്. അടിയൊഴുക്ക് നല്ല ലെവലുണ്ട്. ഇതാണ് മൂന്നാമത്തെ ഡാം. നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും മിസ് ചെയ്ത് കേട്ടോ. ഇത്ര അടിപൊളി സ്ഥലമാണ്. ഇവിടെ വന്നിരിക്കാൻ പ്രത്യേക ഒരു ഫീലാണ്. നല്ല കാറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റ്. ചെറിയ മഴ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു കട്ടൻ ചായ സൂപ്പറായിരിക്കും. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഡാമിൻ്റെ അടുത്തെത്താറായിരിക്കുകയാണ്. അവിടുത്തെ ഭംഗി എങ്ങനെയാണ് നമുക്ക് ചെന്ന് കണ്ടിട്ട് വരാം. അത് ശക്തമായ ഒഴുക്കുള്ള സ്ഥലമാണ്. ഇപ്പം മൂന്നാമത്തെ വന്നതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ഡാം ഇതാണ് കേട്ടോ. അതിശക്തമായിട്ട് വെള്ളം ഒഴുകുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങ് അറ്റം വരെ കാണാം. എല്ലാ ഷട്ടറും നല്ല പോലെ ഉയർത്തിയിട്ടിരിക്കുകയാണ്. വിശാലമായ ഏരിയ. ഓർത്ത് നോക്കിയ ഒരു പുഴ തന്നെ മൂന്ന് പാർട്ടിലേക്ക് വിഭജിച്ചിട്ടിരിക്കുന്നു.
ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ ബൈ.